കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലൊരു സംഭവം നടന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബസ്സിൽ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ടൊരു ദീപക് എന്ന് പറഞ്ഞൊരു പയ്യനെ ഷിംജിത മുസ്തഫ എന്ന് പറയുന്നൊരു യൂട്യൂബ് കം വ്ളോഗർ കം ഐ തിങ്ക് ഷീ ഈസ് എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പെണ്ണ് ഇതുപോലെ കോൾ ഔട്ട് ചെയ്ത് വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്ന ക്യാപ്ഷൻ അവിടെ പോസ്റ്റ് ചെയ്തു. ഇതുപോലെ കോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് പീപ്പിൾ ഡു നോട്ട് നോ ലൈക്ക് ഹൗ ഇറ്റ് വിൽ ഇമ്പാക്റ്റ് ദ പേഴ്സൺ ഹൂ ഇസ് അലേജ്ഡ്. ഇതിലുണ്ടായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അയാൾ ഈ പറയുന്ന തരത്തിലുള്ള മിസ്ബിഹേവും ആ വീഡിയോയിൽ ചെയ്യുന്നില്ല. പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ കൈ, എൽബോ ഇവരുടെ ദേഹത്ത് സ്പർശിക്കുന്നുണ്ട്. അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ മുട്ട് ഇവരുടെ മേത്ത് കൊള്ളുന്നുണ്ട്. തിരക്കുള്ള പ്രൈവറ്റ് ബസ്സാണ്. അവിടെ ഈ പറയുന്ന പ്രൈവറ്റ് സ്പേസ് നമുക്ക് എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതേസമയം തന്നെ ഇതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ബസ്സുകളിൽ ഇതുപോലെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ കോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മാന്യമായ രീതിയിൽ കോൾ ഔട്ട് ചെയ്യാമായിരുന്നു. കാണിച്ച വീഡിയോയിൽ അയാൾ പറയുന്ന അപമാനിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ജെന്യുവനായിട്ട് ഇതുപോലെയുള്ള ഇഷ്യൂസ് നേരിടുന്ന പെൺകുട്ടികളെ കൂടെ ലൈക്ക് ബാക്ക് ഓഫ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. സിസ്റ്റം എപ്പോഴും സ്ത്രീകളുടെ കൂടെയാണ്. സ്ത്രീകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഷ്യൂർലി. അപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെ കൂടെ നിങ്ങൾ പ്രശ്നത്തിലേക്ക് തള്ളിവിടാതെ സ്ത്രീയാണെന്നുള്ള പരിഗണന എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് മിനിമം തിങ് യു ക്യാൻ ഡു. ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് സിസ്റ്റം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ബട്ട് ഡു നോട്ട് എക്സ്പ്ലോയിറ്റ് ഇറ്റ്, ഡു നോട്ട് യൂസ് ഇറ്റ് ഫോർ യുവർ ഓൺ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക ദയവീത്. ഇപ്പം ദീപക് എന്ന് പറയുന്ന മനുഷ്യനെ ആത്മഹത്യ ചെയ്തു. അയാൾക്ക് താങ്ങാൻ പറ്റി കാണത്തില്ല. അപ്പം നാളെ നിങ്ങൾ ഇയാൾ ചെയ്ത ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വീഡിയോ കൊണ്ടുവന്നാൽ എൻ്റെ അഭിപ്രായം ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഇയാളെപ്പറ്റി നാട്ടുകാർക്കോ ഇയാളറിയുന്ന സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ഒരു തരത്തിലുള്ള പാസ്റ്റ് കംപ്ലയിൻറ്റ്സ് ഇല്ല. അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വരണം. അങ്ങനെ ഒരാൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇയാൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അയാൾ മരിച്ചു, അയാളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഡു നോട്ട് ഡു ദിസ് അഗെയിൻ പ്ലീസ്. നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കളിക്കാനുള്ളതല്ല മറ്റൊരാളുടെ മാനം, മറ്റൊരാളുടെ ജീവിതം. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഓൾവേസ്.